റിയാലിന് വേണ്ടിയിട്ട് ഞാനെന്ന് ഒരാൾ മാത്രമല്ല, എനിക്കറിയാവുന്ന എല്ലാ കസ്റ്റമറും എന്ത് ചെയ്തു, അവനില്ലാണ്ടാക്കി. ഞാൻ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്, ചായ കുടിക്കാമെന്ന് കരുതി അവിടെ പോയി ഒരു ചായയും ഒരു പഴംപൊരി ഓർഡർ ചെയ്തു. അപ്പോൾ അവർ ചായയും പഴംപൊരി കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഓർമ്മയത് എൻ്റെ കയ്യിൽ കാർഡും ഇല്ല, ക്യാഷും ഇല്ല. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണല്ലോ. ഞാൻ അവരോട് പറഞ്ഞു ഞാനിങ്ങനെ റൂമിൽ പോയിട്ട് കൊണ്ടുതരാം. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അവന് കൗണ്ടറിലുള്ള ആൾ പോയി ചോദിച്ചു. തിരിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു ഇല്ല, അത് വേണ്ട, തിരിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചായയും പഴംപൊരി തിരിച്ചു കൊടുത്തു. അവനോട് അവനെന്തായാലും ആ ചായ പുറത്തിറക്കി കൊടുക്കാൻ പറ്റില്ല, ചായ എന്തായാലും ചൂടാറി പോവല്ലോ. പക്ഷെ ആ 2 റിയാലിന് വേണ്ടിയിട്ട് ഞാനെന്ന് ഒരാൾ മാത്രമല്ല, എനിക്കറിയാവുന്ന എല്ലാ കസ്റ്റമറും എന്ത് ചെയ്തു, അവനില്ലാണ്ടാക്കി. ഞാൻ എല്ലാവരോടും പറയുമല്ലോ സ്വാഭാവികമായിട്ടും. ഇതേ സമയം ഞാൻ ഒരിക്കലും ഒരു കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പോയപ്പോൾ ഞാൻ ജ്യൂസ് കുടിച്ചു, പൈസ എടുക്കാൻ മറന്നുപോയി. ഗൂഗിൾ പേയോട് വർക്കാകുന്നില്ലല്ലോ. വേണം, അത് കുഴപ്പമില്ല, നീ പിന്നെ തന്നാൽ മതി, വിഷയമില്ല. പക്ഷെ ആ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, അതാണ് ഇമ്പോർട്ടൻ്റ്, അതാണ് ബിസിനസ്സിൽ പ്രധാനം.